Dear students, today we are discussing a term calls in advance. We have already mentioned what is calls in arrear. If an applicant does not pay any of the installments when we call it, then that amount is called calls in arrear, and calls in advance is just opposite to calls in arrear. Okay, amount paid by the shareholder before the due date or call becomes due. ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡ്യൂ ആകുന്നതിന് മുമ്പ്, ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സ് ക്യാഷ് തരുന്നതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വെൻ വി കളക്ട് അലോട്ട്മെൻറ്റ് മണി, വൺ ഷെയർ ഹോൾഡർ വിൽ പേ ദ എൻറ്റയർ എമൗണ്ട്. ഹി വിൽ പേ ബോത്ത് അലോട്ട്മെൻറ്റ് മണി ആൻഡ് നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ഫസ്റ്റ് കോൾ ഓർ സെക്കൻഡ് കോൾ. അതായത് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഷെയർ ഹോൾഡർ വിചാരിക്കുകയാണ് ഇങ്ങനെ ഓരോ തവണ പൈസ കൊടുക്കണ്ട, ഒന്നിച്ചങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ ആപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും ഫസ്റ്റ് കോൾ മണിയും തരിക, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ ഫസ്റ്റ് കോൾ മണി തരിക, അല്ലെങ്കിൽ ഫസ്റ്റ് കോളിൻ്റെ കൂടെ ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ തരിക. ഇങ്ങനെ എമൗണ്ട് പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ബിഫോർ ഡ്യൂ ഡേറ്റ് ഓർ ബിഫോർ ദ കോൾ ബിക്കംസ് ഡ്യൂ, ഇറ്റ് ഈസ് കോൾഡ് കോൾസ് ഇൻ അഡ്വാൻസ്. ദെൻ when there is calls in advance, the journal entries are for receiving calls in advance. Calls in advance കിട്ടുന്ന സമയത്ത് എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ്. നമ്മൾ കളക്ട് ചെയ്യുന്ന കോൾസ് ഇൻ അഡ്വാൻസ് എമൗണ്ട് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുക. ഇറ്റ് ഈസ് എ ലാബിലിറ്റി, അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ദെൻ ഫോർ അഡ്ജസ്റ്റിംഗ് കോൾസ് ഇൻ അഡ്വാൻസ്, ഈ കോൾസ് ഇൻ അഡ്വാൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എൻട്രി വരിക കോൾസ് ഇൻ അഡ്വാൻസ് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, അലോട്ട്മെൻറ്റ് എക്സെട്ര. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദർ ഈസ് എ ഷെയർ ഹോൾഡർ വിത്ത് 100 ഷെയർസ്, ഒരു 100 ഷെയറുള്ള ഷെയർ ഹോൾഡർ. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യുന്നത് 3 രൂപ, അലോട്ട്മെൻറ്റ് 4 രൂപ, ദെൻ ഫസ്റ്റ് കോൾ 3 രൂപ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഒരു 100 ഷെയറുള്ള ഷെയർ ഹോൾഡർ, ഇയാൾ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് കോൾ തരികയാണ്. അതായത് ഈ സ്റ്റേജിൽ ഇയാൾ 7 രൂപ തരികയാണ്. ആപ്ലിക്കേഷൻ മണി ഓൾറെഡി തന്നിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് മണി കളക്ട് ചെയ്യാൻ 4 രൂപ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇയാൾ ഫസ്റ്റ് കോൾ കൂടി തരുന്നു. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് ഇയാളുടെ 100 × 3 അല്ലേ, 300 രൂപ അഡ്വാൻസ് എമൗണ്ടാണ്. 100 ഷെയറിന് മുകളിൽ 3 രൂപ അഡ്വാൻസ് ആയിട്ട് കിട്ടുകയാണ്. ഈ എമൗണ്ടാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ്. ഇപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് എമൗണ്ട് 300 റുപ്പീസ്. ഈ 300 രൂപ ചെയ്യേണ്ടത്, ഇത് ആദ്യം കളക്ട് ചെയ്യുമ്പോൾ ഒരു എൻട്രി എഴുതും, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ്. അതാണ് ഈ എൻട്രി വരിക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് എമൗണ്ട് 300. മറ്റെല്ലാ ഇൻസ്റ്റാൾമെൻറ്റ് കളക്ട് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ അലോട്ട്മെൻറ്റ് മണിയാണ് കളക്ട് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്നെഴുതി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് ഒറ്റ എൻട്രി ആയിട്ട് എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അലോട്ട്മെൻറ്റ് ടു കോൾസ് ഇൻ അഡ്വാൻസ് അങ്ങനെയും എഴുതാം. അപ്പോൾ എനിവേ എൻട്രി ഓൺ റിസിപ്റ്റ് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ്. സെക്കൻഡ്ലി, ഈ കളക്ട് ചെയ്ത എമൗണ്ട് നമുക്കറിയാം, ഇത് അലോട്ട്മെൻറ്റിൻ്റെ കൂടെ ഫസ്റ്റ് കോൾ തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഫസ്റ്റ് കോൾ ഡ്യൂ ആകുമ്പോൾ നമ്മൾ എൻട്രി എഴുതും. അത് കഴിഞ്ഞ് ഫസ്റ്റ് കോൾ കിട്ടുമ്പോൾ ഈ 300 രൂപ കിട്ടില്ല അല്ലേ, ഈ 300 രൂപ ഓൾറെഡി തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കോൾ നമ്മൾ കിട്ടുന്ന സമയത്ത് ഈ എമൗണ്ട് കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ എൻട്രി എഴുതാം ഈ കോൾസ് ഇൻ അഡ്വാൻസ് ഡെറ്റർ. നമ്മൾ ഈ കോൾസ് ഇൻ അഡ്വാൻസിനെ ഈ കോൾസ് ഇൻ അഡ്വാൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, കോൾസ് ഇൻ അഡ്വാൻസ് ഡെറ്റർ ടു ഫസ്റ്റ് കോൾ അല്ലേ, ഫസ്റ്റ് കോളിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് കോൾസ് ഇൻ അഡ്വാൻസ് ഡെറ്റർ ടു ഫസ്റ്റ് കോൾ 300. ഈ രൂപത്തിലാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ ജേണൽ എൻട്രീസ് വരിക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. നമ്മൾ നേരത്തെ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ പറഞ്ഞു. കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരാത്ത പൈസ പിന്നീട് തരുന്നതാണ്. അതിന് നമ്മൾ 10% വരെ മാക്സിമം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെയാണ് ദ കമ്പനി ഹാസ് ടു പേ ഇൻട്രസ്റ്റ് ഓൺ എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് റെസിപ്റ്റ് ടു ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ കിട്ടി ഫസ്റ്റ് കോളിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പീരീഡിലേക്ക് കിട്ടിയത് തൊട്ട് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള പീരീഡിലേക്ക് ദ കമ്പനി ഹാസ് ടു പേ ഇൻട്രസ്റ്റ് ഓൺ calls in advance, and the rate of interest, if not specified in articles of association, will not exceed 16% per annum.
ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പനീസ് ആക്ട് 2013 പ്രകാരം മാക്സിമം ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ 10% ആണ്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് മാക്സിമം 12% ആണ്. ഓക്കെ, ദെൻ എൻട്രി ഇതാണ്. കോൾസിന് അഡ്വാൻസിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ് കമ്പനി ചെയ്യുക. അപ്പോൾ എൻട്രി വരിക ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഡെബിറ്റ് ചെയ്യാൻ കാരണം ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ടു ദ കമ്പനി. കമ്പനിക്ക് എക്സ്പെൻസ് ആണ്, അതുകൊണ്ടാണ് അത് ഡെബിറ്റ് ചെയ്യുന്നത് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ദിസ് ഈസ് റിഗാർഡിംഗ് ദ തിയറി ഏരിയ വിത്ത് റിഗാർഡ് ടു കോൾസ് ഇൻ അഡ്വാൻസ്. ലെറ്റ് us go through an example. F Limited issued 50,000 equity shares of rupees 10 each. 50,000 ഇക്വിറ്റി ഷെയർസ് ആണ്. ₹10 ആണ് എമൗണ്ട്. ഷെയറിൻ്റെ പ്രൈസ് 10 രൂപയാണ്. പേയബിൾ ₹3 ഓൺ അപ്ലിക്കേഷൻ, ₹4 ഓൺ അലോട്ട്മെൻറ്റ് ആൻഡ് ₹3 ഓൺ ഫസ്റ്റ് കോൾ. ഇതാണ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. The company received applications for 50,000 shares and was fully allotted. ഇപ്പോൾ ആപ്ലിക്കേഷൻ കിട്ടുന്നതും 50,000 തന്നെയാണ്. ആൻഡ് ഇറ്റ് വാസ് ഫുള്ളി അലോട്ടഡ്, മുഴുവനായിട്ട് ഷെയർ അലോട്ട് ചെയ്യുന്നു. ദെൻ വൺ അപ്ലിക്കൻറ്റ് മിസ്റ്റർ അരുൺ, അല്ലേ, അരുൺ എന്ന് പറയുന്ന ഒരു അപ്ലിക്കൻറ്റ് വിത്ത് 500 ഷെയർസ്, 500 ഷെയറാണ് അയാളുടെ കയ്യിലുള്ളത്. പെയ്ഡ് ഫസ്റ്റ് കോൾ മണി എലോങ് വിത്ത് അലോട്ട്മെൻറ്റ് ഇറ്റ് സെൽഫ്. അയാൾ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ തന്നെ എന്ത് തരുന്നു? ഹി ഹാസ് പെയ്ഡ് ദ ഫസ്റ്റ് കോൾ എമൗണ്ട്. അതായത് നമ്മൾ ഈ 500 ഷെയറുള്ള ആളുടെ പ്രത്യേകത, ഇയാൾ അലോട്ട്മെൻറ്റ് എമൗണ്ട് കളക്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് കോൾ എമൗണ്ട് തരികയാണ്. അതായത് 7 രൂപ ഒന്നിച്ച് തരികയാണ്. ഓക്കെ, ഓൾ എമൗണ്ട്സ് ഡ്യൂ വേർ റിസീവ്ഡ്. എല്ലാ പൈസയും യഥാർത്ഥത്തിൽ കിട്ടിയിരുന്നു. ഗിവ് ജേർണൽ എൻട്രീസ്. അപ്പോൾ ഇവിടെ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ഷെയറിൻ്റെ മുകളിൽ ഇൻറ്റു 3, അല്ലേ, 1500 രൂപയാണ് കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് ഇവിടെ ഉള്ളത്. ഓക്കെ, ദെൻ ഗിവ് ജേർണൽ എൻട്രീസ്. ഓക്കെ, എന്തൊക്കെയാണ് എൻട്രി വരിക? ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ 50,000 ഇൻറ്റു 3, 1,50,000. ദെൻ ഷെയർ അപ്ലിക്കേഷൻ ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ സെയിം എമൗണ്ട് തന്നെയാണ്, കൂടുതൽ ആപ്ലിക്കേഷൻ മണിയൊന്നും കിട്ടുന്നില്ല. സോ 1,50,000. ഷെയർ അപ്ലിക്കേഷൻ ഡെറ്റ് ടു ബാങ്ക് അക്കൗണ്ട്, റീഫണ്ട് എന്ന് പറയുന്നൊരു കേസ് ഇവിടെ ഇല്ല, അല്ലേ. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ 2 എൻട്രീസ് മാത്രമാണുള്ളത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ, ദെൻ ഷെയർ അപ്ലിക്കേഷൻ ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ 1,50,000, 1,50,000. ഓക്കെ, ഇതാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്ന എൻട്രി. ദെൻ സെക്കൻഡ് ഷെയർ അലോട്ട്മെൻറ്റ് സ്റ്റേജ്. ഷെയർ അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ ഷെയർ അലോട്ട്മെൻറ്റ് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ അലോട്ട്മെൻറ്റ് എമൗണ്ട് ഡ്യൂ 50,000 ഇൻറ്റു 4, അല്ലെ, 50,000 ഇൻറ്റു 4 2 lakhs. ദെൻ നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ്. മുഴുവനായി കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് 2 lakhs. ദെൻ ഈ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെയാണ്, ഈ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെയാണ് എന്ത് കിട്ടുന്നത്? കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഒരു എൻട്രി കൂടി ഈ സ്റ്റേജിൽ എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ്. കോൾസ് ഇൻ അഡ്വാൻസ് എമൗണ്ട് ഈസ് 1,500. ദാറ്റ് ഈസ് 500 ഇൻറ്റു 3, 1,500. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് 1,500. ഓക്കെ, ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് അലോട്ട്മെൻറ്റ്. ഇവിടെ നമുക്ക് ഈ 2 എൻട്രിക്ക് പകരം വേണമെങ്കിൽ ഒറ്റ എൻട്രി എഴുതാം. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു കോൾസ് ഇൻ അഡ്വാൻസ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ്, ഇങ്ങനെ 2 എൻട്രീസ് ഉണ്ട്. ഈ 2 എൻട്രി ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. പകരം ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് ടു കോൾസ് ഇൻ അഡ്വാൻസ് ഒറ്റ എൻട്രി എഴുതിയാലും മതി. ഓക്കെ, കോൾസ് ഇൻ അഡ്വാൻസ് എമൗണ്ട് 1,500 രൂപയാണ്. ഷെയർ അലോട്ട്മെൻറ്റ് 2 lakhs ആണ്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര എഴുതിയാൽ മതി? 2,01,500. ഓക്കെ, 2,00,000 അല്ലേ, 1,500 രൂപ. ഇങ്ങനെ എൻട്രി എഴുതാവുന്നതാണ്. ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ജേർണൽ എൻട്രി, ദാറ്റ് ഈസ് വിത്ത് റിഗാർഡ് ടു അലോട്ട്മെൻറ്റ്. ദാറ്റ് ഈസ് വി ഹാവ് മെയ്ഡ് ആൻ അഡീഷണൽ എൻട്രി ഫോർ റെസിപ്റ്റ് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ്. ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ്.
Okay, then let us move to the next stage. Next stage is first call. So first entry is first call debtor to share capital. First call due ആവുക. First call debtor to share capital amount വരിക 50,000 into 3 1,50,000 1,50,000. Okay, 1,50,000 ആണ് ഫസ്റ്റ് കോൾ ഡ്യൂ ആവുക. ദെൻ റിസിപ്റ്റ് ഓഫ് ഫസ്റ്റ് കോൾ എമൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് 1,50,000 മുഴുവനായി കിട്ടില്ല. 1,50,000 ആണ് നമുക്ക് കിട്ടേണ്ടത്. അതേസമയം വി ഹാവ് ഓൾറെഡി റിസീവ്ഡ് 1,500. നമ്മൾ അരുൺ എന്ന് പറയുന്ന വ്യക്തിയുടെ 1,500 രൂപ ഓൾറെഡി കോൾസിൻ്റെ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലൻസ് എമൗണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. അതായത് 1,48,500 ആണ് നമുക്ക് ഫസ്റ്റ് കോളിൻ്റെ കൂടെ കിട്ടുക. ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് കോൾസിൻ അഡ്വാൻസ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 1,48,500 ടു ഷെയർ ഫസ്റ്റ് കോൾ 1,48,500. അടുത്ത 1,500 രൂപക്ക് വേറെ ഒരു എൻട്രി എഴുതണം. എന്താണ്? കോൾസ് ഇൻ അഡ്വാൻസ് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. കോൾസ് ഇൻ അഡ്വാൻസ് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. അപ്പോൾ ഇവിടെയും ഫസ്റ്റ് കോളാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, ഇവിടെയും ഫസ്റ്റ് കോളാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ 2 എൻട്രി എഴുതണമെന്നില്ല, ഒരു കോമ്പൗണ്ട് എൻട്രി എഴുതാവുന്നതാണ്. ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 1,48,500. ദെൻ കോൾസ് ഇൻ അഡ്വാൻസ് ഡെറ്റർ 1,500. കോൾസ് ഇൻ അഡ്വാൻസ് ഡെറ്റർ 1,500 ടു ഷെയർ ഫസ്റ്റ് കോൾ 1,50,000. ഇങ്ങനെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു കോമ്പൗണ്ട് എൻട്രി നമ്മൾ അലോട്ട്മെൻറ്റ് സ്റ്റേജിലും ഫസ്റ്റ് കോളിലുമാണ് ശ്രദ്ധിക്കേണ്ടത്. അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ നമ്മൾ 1,500 രൂപ കൂടുതലായി കാണിക്കണം, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ടു കോൾസ് ഇൻ അഡ്വാൻസ്. ഫസ്റ്റ് കോൾ കിട്ടുന്ന സമയത്ത് 1,500 രൂപ കുറച്ചേ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് ഡെറ്റർ 1,500 എന്നുകൂടി കാണിക്കണം. ഓക്കെ, ദിസ് ഈസ് റിഗാർഡിംഗ് കോൾസ് ഇൻ അഡ്വാൻസ്. ഓക്കെ, താങ്ക് യു.